KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സാരഥികൾക്ക് സ്വീകരണവും നയവിശദീകരണ സമ്മേളനവും നാളെ മഞ്ചേരിയിൽ. മന്ത്രി അടൂർ പ്രകാശിനെതിരെ KPCC പ്രസിഡന്റ് VM സുധീരൻ ഹൈക്കമാൻഡിന് കത്തയച്ചു. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂരിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് വീടുകൾ തകർന്ന സംഭവം മുഖ്യപ്രതി അറസ്റ്റിൽ. ശിവസേനയ്ക്കായി അമേരിക്കയിൽ ഫണ്ട് സമാഹരിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. ലോകത്തിലെ ശക്തരായ 50 നേതാക്കളുടെ പട്ടികയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും. യുവത്വം നാടിന്റെ കരുത്ത് എന്ന ശീർഷകത്തിൽ SYS സംസ്ഥാന നേതാക്കൾ നയിക്കുന്ന ധർമ്മസഞ്ചാരത്തിന് കോഴിക്കോട് ജില്ലയിൽ നാളെ തുടക്കമാകും. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് BJP അംഗത്വമെടുക്കുമെന്ന് കുമ്മനം രാജശേഖരൻ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉത്തരാഖണ്ഡിലെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് ബാബ രാംദേവ്. അധർമ്മത്തിനും അഴിമതിക്കുമെതിരെ യുവതയുടെ കാഹളം SSF ധർമ്മസംഘം കണ്ണൂർ ജില്ലാ റാലി ഉജ്ജ്വലമായി. വാർത്തകൾ വിശദമായി. കണ്ണൂരിൽ ഇന്നലെ അർദ്ധരാത്രി സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് വീടുകൾ തകരുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കേസിലെ മുഖ്യപ്രതി ചാലാട് പന്നേൻപാറ സ്വദേശി അനൂപ് കുമാറിനെ പോലീസ് പിടികൂടി. 43 വയസ്സായിരുന്നു. ഇയാളെ പോലീസ് സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെ അർദ്ധരാത്രി 11:30യോടെയാണ് പൊടിക്കുണ്ട് രാമത്തൊരു രാജേന്ദ്ര നഗർ കോളനിക്കു സമീപത്തെ വീട്ടിൽ വൻ സ്ഫോടനം നടന്നത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഗുണ്ടുകളും കതിനകളും കുഴിവെടികളും അടക്കം പൊട്ടിത്തെറിച്ചു. ഇരുനില വീട് അപ്പാടെ തകർന്നടിയുകയും സമീപത്തെ ഒട്ടേറെ വീടുകൾക്ക് സാരമായ കേടുപറ്റുകയും ചെയ്തു. സ്ഫോടനം നടന്ന വീട്ടിലുണ്ടായിരുന്ന കാർ നിശേഷം തകർന്നു. അനൂപിനൊപ്പം താമസിക്കുന്ന റാഹിലയ്ക്കും റാഹിലയുടെ മകൾ ഹിബയ്ക്കും സ്ഫോടനത്തിൽ പരിക്കേറ്റിരുന്നു. 40% പൊള്ളലേറ്റ ഹിബ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തലയ്ക്കും കാലിനുമാണ് പൊള്ളൽ. അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. പരിസരത്തെ വീടുകളിലെ 4 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. അനധികൃതമായി സ്ഫോടക വസ്തു സൂക്ഷിച്ചതിനും കൈകാര്യം ചെയ്തതിനും നേരത്തെ തന്നെ 3 കേസുകളിൽ പ്രതിയാണ് അനൂപ്. ഇയാൾ പരിസരവാസികളോട് അനൂപ് മാലിക് എന്നാണ് പേര് പറഞ്ഞിരുന്നത്. ആദ്യ വിവാഹം വേർപ്പെടുത്തി ജീവിക്കുന്ന റാഹിലയെ ഇയാൾ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്നാണ് സൂചന. ഗുണ്ട്, കുഴിവെടി, കദീന തുടങ്ങിയവയാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. നിർവീര്യമാക്കിയ സ്ഫോടക വസ്തുക്കൾ പോലീസ് സ്ഥലത്തുനിന്ന് നീക്കം ചെയ്തു. കണ്ണൂർ DYSP മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ പോലീസ് സംഘം സ്ഥലത്തുണ്ട്. സ്ഫോടനത്തിൽ തകർന്നടിഞ്ഞ വീടിന് സമീപത്തെ 2 വീടുകൾ ഭാഗികമായും 10ലധികം വീടുകൾ സാരമായും തകർന്നു. പരിസരത്തെ ഒട്ടേറെ വീടുകൾക്ക് കേടുപറ്റി. സംഭവസ്ഥലത്തേക്ക് ഇപ്പോഴും സന്ദർശകരുടെ പ്രവാഹമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ്, DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ എന്നിവരടക്കം പ്രമുഖ നേതാക്കൾ സംഭവസ്ഥലം സന്ദർശിച്ചു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊന്നും നോക്കാതെ തകർന്ന വീടുകൾ അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ശിവസേനയ്ക്കായി അമേരിക്കയിൽ ഫണ്ട് സമാഹരണ പരിപാടി നടത്താൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് മുംബൈ ഭീകരാക്രമണ കേസിലെ മാപ്പുസാക്ഷി ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. ബാൽ താക്കറെയെ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നും ഹെഡ്ലി ക്രോസ് വിസ്താരത്തിനിടെ മുംബൈ കോടതിയിൽ വ്യക്തമാക്കി. ബാൽ താക്കറെയെ വധിക്കാൻ ലഷ്കർ ശ്രമിച്ചിരുന്നുവെന്ന് ഇന്നലെ വെളിപ്പെടുത്തിയതിനു പിന്നാലെയാണ് ഹെഡ്ലി ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മുംബൈ കോടതിയിൽ വീഡിയോ കോൺഫറൻസ് വഴിയുള്ള ക്രോസ് വിസ്താരം തുടരുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അടിതെറ്റുകയാണെങ്കിൽ അതിന് കാരണക്കാരൻ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ആയിരിക്കുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ ഹൈക്കമാൻഡിന് കത്തയച്ചു. ഒടുവിലത്തെ 4 മന്ത്രിസഭാ യോഗങ്ങളിൽ 200-ലേറെ തീരുമാനങ്ങളാണ് റവന്യൂ വകുപ്പ് കൈക്കൊണ്ടത്. അതിൽ പകുതിയോളം അജണ്ടയ്ക്ക് പുറത്തുള്ളതായിരുന്നു. ആശ്രിത നിയമം, കുടിവെള്ള പ്രശ്നം തുടങ്ങി അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് സാധാരണ അജണ്ടയ്ക്ക് പുറത്തുനിന്ന് മന്ത്രിസഭായോഗം പരിഗണിക്കാറുള്ളത്. എന്നാൽ സർക്കാരിന്റെ അവസാന കാലത്ത് ഭൂമി സംബന്ധമായ ഗൌരവമുള്ള വിഷയത്തിലാണ് തീരുമാനമെടുത്തതെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മന്ത്രി അടൂർ പ്രകാശുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടുന്ന കത്തിൽ BDJS എന്ന പുതിയ രാഷ്ട്രീയ കക്ഷിയുടെ പിറവിയും സുധീരൻ വ്യക്തമാക്കുന്നു. വെള്ളാപ്പള്ളിയുടെ പുതിയ പാർട്ടി UDFന്റെ പരാജയത്തിനായി ശ്രമിക്കുന്നതും കത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡിലെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് വിവാദ സ്വാമി ബാബ രാംദേവ്. ഉത്തരാഖണ്ഡ് സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തുന്നത് ബാബ രാംദേവും BJPയുമാണെന്ന ഉത്തരാഖണ്ഡ് കോൺഗ്രസ് പ്രസിഡന്റ് കിഷോർ ഉപാധ്യയുടെ ആരോപണത്തിന് മറുപടി നൽകുകയായിരുന്നു രാംദേവ്.
ബാബാരാം ദേവും അമിത്ഷായും ചേർന്ന് ഉത്തരാഖണ്ഡ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന് മാധ്യമങ്ങളിൽ കണ്ടു. സ്വപ്നത്തിൽ പോലും ഒരു കോൺഗ്രസ് എംഎൽഎയോടോ പാർട്ടി പ്രവർത്തകരോടോ സംസാരിച്ചിട്ടില്ലെന്നും ബാബാരാം ദേവ് പറഞ്ഞു. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയും. രാഷ്ട്രീയ സംഭവങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ പാർട്ടികളാണെന്നുമായിരുന്നു ബാബാരാം ദേവിന്റെ പ്രതികരണം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്ത് ബിജെപിയിൽ അംഗത്വമെടുക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യത. കൂടുതൽ വിവരങ്ങൾ കരീം ഏലംകുളം നൽകുന്നു. ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്ത് ബിജെപിയിൽ അംഗത്വമെടുക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് സി കെ ജാനുവുമായി ചർച്ച നടത്തിയെന്നും മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് സീറ്റ് നൽകുമെന്നും കുമ്മനം പറഞ്ഞു. എന്നാൽ ബിജെപി സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് സി കെ ജാനു പ്രതികരിച്ചു. തൃപ്പൂണിത്തുറയിലാണ് ശ്രീശാന്തിനെ ബിജെപി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. ബിജെപി അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നേരിട്ട് വിളിച്ചാണ് അദ്ദേഹത്തോട് തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാവാൻ നിർദ്ദേശിച്ചത്. അതേസമയം തൃപ്പൂണിത്തുറയിൽ അല്ലെങ്കിൽ മത്സരിക്കാനില്ലെന്ന നിലപാടാണ് ശ്രീശാന്തിന്റെ കുടുംബാംഗങ്ങളും തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്നതിനാണ് മുൻതൂക്കം നൽകുന്നത്. ഇവിടെയുള്ള അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യവും രാജകുടുംബത്തിന്റെ പിന്തുണയും അനുകൂല ഘടകമാകുമെന്ന് ഇവർ കണക്കുകൂട്ടുന്നു. ശ്രീശാന്തിന്റെ വിപുലമായ ക്രിക്കറ്റ് സൌഹൃദങ്ങളും വോട്ടായി മാറുമെന്ന കണക്കുകൂട്ടലുകളുണ്ട്. അതേസമയം ശ്രീശാന്തിനെ തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിനെതിരെ മണ്ഡലത്തിലെ ബിജെപി പ്രവർത്തകർക്കിടയിൽ എതിരഭിപ്രായമുണ്ട്. മഹാരാജാസ് കോളേജ് മുൻ അധ്യാപകനും പണ്ഡിതനും എഴുത്തുകാരനുമായ പ്രൊഫസർ തുറവൂർ വിശ്വംഭരനെ മാറ്റി ശ്രീശാന്തിനെ ഇവിടെ മത്സരിപ്പിക്കാൻ തയ്യാറാവരുത് എന്നാണ് ഒരു വിഭാഗം പേർ ആവശ്യപ്പെടുന്നത്. തുറവൂർ വിശ്വംഭരൻ ഇതിനകം തന്നെ മണ്ഡലത്തിൽ സജീവമാവുകയും ചെയ്തതായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും. തൃപ്പൂണിത്തുറ സീറ്റ് ആവശ്യപ്പെട്ടാണ് പ്രധാനമന്ത്രിയെ കാണുന്നത്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ പ്രചാരണത്തിന് ഇറങ്ങുമെന്നും ശ്രീശാന്ത് മോദിയെ അറിയിക്കുമെന്നാണ് സൂചനകൾ. ശ്രീശാന്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന ഘടകത്തിന് കേന്ദ്ര നേതൃത്വം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ലോകത്തിലെ ശക്തരായ 50 നേതാക്കളുടെ പട്ടികയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും. ഫോർച്യൂൺ മാഗസിൻ തയ്യാറാക്കിയ പട്ടികയിലാണ് കെജ്രിവാൾ ഇടം പിടിച്ചത്. ഇന്ത്യയിൽ നിന്ന് കെജ്രിവാൾ മാത്രമാണ് പട്ടികയിൽ ഇടം നേടിയത്. ആമസോൺ സിഇഒ ജെഫ് ബിസോസാണ് പട്ടികയിലെ ഒന്നാമൻ. കെജ്രിവാൾ 42ാം സ്ഥാനത്താണ്. ഇത് 3ാം തവണയാണ് ഫോർച്യൂൺ മാഗസിൻ ലോകത്തിലെ ശക്തരായ 50 പേരുടെ പട്ടിക പുറത്തിറക്കുന്നത്. ഡൽഹിയിലെ അതിരൂക്ഷമായ അന്തരീക്ഷ മലിനീകരണ പ്രശ്നം നിയന്ത്രിക്കാൻ കെജ്രിവാൾ നടത്തിയ നീക്കങ്ങൾ പരിഗണിച്ചാണ് അദ്ദേഹത്തെ 50 പേരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. മലിനീകരണ നിയന്ത്രണത്തിനായി കെജ്രിവാൾ നടപ്പാക്കിയ ഒറ്റ ഇരട്ടയക്ക വാഹന നിയന്ത്രണ പദ്ധതിയെക്കുറിച്ച് പട്ടികയിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഇന്ത്യൻ വംശജരായ 2 പേരും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സൌത്ത് കരോളിനയിലെ ഇന്തോ അമേരിക്കൻ ഗവർണർ നിക്കി ഹാലി, മറ്റൊരു ഇന്ത്യൻ വംശജനായ രേശം സൌജാനി എന്നിവരാണ് യഥാക്രമം 17, 20 സ്ഥാനങ്ങളിലായി ഇടം പിടിച്ചത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിലുള്ള ഹാജിമാർക്കുള്ള 1ാം ഘട്ട ഹജ്ജ് പഠന ക്ലാസ് ഏപ്രിൽ ആദ്യം ആരംഭിക്കും. കൂടുതൽ ഹാജിമാരുള്ള ജില്ലകളിൽ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലായിരിക്കും ക്ലാസുകൾ നടക്കുക. ഹാജിമാർ കുറവുള്ള ജില്ലകളിൽ ജില്ലാ അടിസ്ഥാനത്തിൽ മാത്രമേ ക്ലാസുകൾ ഉണ്ടായിരിക്കുകയുള്ളൂ. ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിലുള്ള ട്രെയിനർമാർക്കുള്ള പരിശീലനം അടുത്ത മാസം 5, 6, 7 തീയതികളിൽ മുംബൈയിൽ നടക്കും. സംസ്ഥാനത്ത് നിന്ന് 50 പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുക. 260 ട്രെയിനർമാരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി നിയോഗിച്ചിട്ടുള്ളത്. ഇതിൽ 21 വനിതകളും ഉൾപ്പെടും. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്. സമരമുഖങ്ങളിൽ നിറവിരി മാറുവിരിച്ചിവർ പാടി പടപ്പാട്ട്. സഹനപദങ്ങളിൽ വിജയധ്വജം മൂവർണ്ണമിലേന്തിത മുന്നോട്ട്. സമരമുഖങ്ങളിൽ നിറവിരി മാറുവിരിച്ചിവർ പാടി പടപ്പാട്ട്. സഹനപദങ്ങളിൽ വിജയധ്വജം മൂവർണ്ണമിലേന്തിത മുന്നോട്ട്. SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്. ധാർമ്മിക വീഥികൾ ആത്മീയ കൈത്തിരിയാലെ പ്രകാശിതമാക്കാം. വിപ്ലവ കാവ്യമുരത്തു മനങ്ങളിൽ ഉന്മത്തൻ പൂവനി തീർക്കാം. ധാർമ്മിക വീഥികൾ ആത്മീയ കൈത്തിരിയാലെ പ്രകാശിതമാക്കാം. വിപ്ലവ കാവ്യമുരത്തു മനങ്ങളിൽ ഉന്മത്തൻ പൂവനി തീർക്കാം. അധർമ്മമിലേറിയ യുവഹൃദയങ്ങളിൽ നന്മ വിളക്കുകൾ തെളിയിക്കാം. അധർമ്മമിലേറിയ യുവഹൃദയങ്ങളിൽ നന്മ വിളക്കുകൾ തെളിയിക്കാം. വിളിക്കു ദിഗന്ധം മുഴക്ക
ഉറക്കെ ധാർമ്മിക വിപ്ലവം സിന്ദാബാദ്, SSF സിന്ദാബാദ്, SSF സിന്ദാബാദ്, SSF സിന്ദാബാദ്, SSF സിന്ദാബാദ്. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സാരഥികൾക്കുള്ള സ്വീകരണവും നയവിശദീകരണ സമ്മേളനവും നാളെ മഞ്ചേരിയിൽ നടക്കും. സംസ്ഥാന പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, ഫിനാൻസ് സെക്രട്ടറി AP അബ്ദുൽ കരീം ഹാജി ചാലിയം തുടങ്ങിയ തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ സംസ്ഥാന ഭാരവാഹികൾക്കും ജില്ലയിലെ സുന്നി സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സ്വീകരണമൊരുക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് റോഡിലെ ചുള്ളക്കോട് ഗവൺമെന്റ് LP സ്കൂൾ പരിസരത്തു നിന്ന് ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹികളെ സ്വീകരിച്ച് ജസീല ജംഗ്ഷനിലൂടെ മേലാക്കം ബൈപ്പാസിന് അടുത്തുള്ള സമ്മേളന നഗരിയിലേക്ക് ആനയിക്കും. പതാകവാഹകരായ ജില്ലയിലെ 20 സോൺ കമ്മിറ്റി അംഗങ്ങൾ നേതാക്കളെ അനുഗമിക്കും. 5:30 ആരംഭിക്കുന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂരിന്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്ഥാനത്തിന്റെ നയനിലപാടുകൾ വിശദീകരിച്ച് പ്രഭാഷണം നടത്തും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, N അലി അബ്ദുള്ള, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, പ്രൊഫസർ KM A റഹീം സാഹിബ്, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമി തുടങ്ങിയവർ പ്രസംഗിക്കും. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KN A ഖാദർ, CPIM ജില്ലാ സെക്രട്ടറി PP വാസുദേവൻ, DCC പ്രസിഡന്റ് E മുഹമ്മദ് കുഞ്ഞി, BJP ദേശീയകാര്യ സമിതി അംഗം C വാസുദേവൻ മാസ്റ്റർ, INL സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ AP അബ്ദുൽ വഹാബ്, CPI ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ, അബു ഹനീഫൽ ഫൈസി തെന്നല, M അബൂബക്കർ മാസ്റ്റർ, അബ്ദുറസാഖ് സഖാഫി, അബ്ദുറഷീദ് സഖാഫി പത്തപ്പിരിയം എന്നിവർ ആശംസകൾ അർപ്പിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതോടൊപ്പം രാജ്യത്തിന്റെയും പൌരന്മാരുടെയും പുരോഗതിയും സുരക്ഷിതത്വവും കാംക്ഷിച്ചുകൊണ്ടും സമുന്നതവും നിഷ്പക്ഷവുമായ സാമൂഹ്യ വീക്ഷണം വെച്ച് പുലർത്തുകയും ചെയ്യുന്ന സുന്നി പ്രസ്ഥാനത്തിന്റെ ശ്രദ്ധേയമായ ഒരു കാൽവെപ്പാണ് കേരള മുസ്ലിം ജമാഅത്ത് എന്ന ബഹുജന സംഘടന. മഹല്ല് ജമാഅത്തുകൾ കേന്ദ്രീകരിച്ച് മുസ്ലിം സമുദായത്തിന്റെ മതപരവും വിദ്യാഭ്യാസ കുടുംബ സാമൂഹ്യപരവുമായ ഉന്നതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് സംഘടന ലക്ഷ്യം വെക്കുന്നത്. മലയാളത്തിന്റെ സാംസ്കാരിക ജാഗ്രത എന്ന സന്ദേശത്തിൽ ഏപ്രിലിൽ നടക്കുന്ന റിസാല വാരികയുടെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി റിസാല സംഗമം സംഘടിപ്പിച്ചു. മഞ്ചേരിയിൽ നടന്ന സംഗമം SSF സംസ്ഥാന സെക്രട്ടറി M അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു. റിസാലയ്ക്ക് ജില്ലയിൽ പുതിയ 1.5 ലക്ഷം വരിക്കാരെ ചേർക്കുന്നതിനുള്ള കർമ്മ പദ്ധതികളുടെ പ്രഖ്യാപനം ജില്ലാ നേതാക്കൾ നിർവഹിച്ചു. SSF ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങൾ, ഡിവിഷൻ റിസാല സമിതി അംഗങ്ങൾ, സെക്ടർ റിസാല സമിതി അംഗങ്ങൾ, സെക്ടർ നിരീക്ഷകർ, സെക്ടർ പ്രസിഡന്റ്, സെക്രട്ടറിമാർ എന്നിവർ റിസാല സംഗമത്തിൽ പങ്കെടുത്തു. ജില്ലയിലെ സംഘടനാ നേതാക്കൾ ഇതിനകം തന്നെ റിസാലയ്ക്ക് വരിചേർന്നു കഴിഞ്ഞു. വരും ദിനങ്ങളിൽ കൂടുതൽ വായനക്കാരിലേക്ക് റിസാല എത്തിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കും. സമൂഹത്തിൽ അനുദിനം പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന അഴിമതിക്കും അധർമ്മത്തിനും അരാജകത്വത്തിനും അസഹിഷ്ണുതയ്ക്കുമെതിരെ കാഹളമൊഴുക്കി ധർമ്മസംഘം ജില്ലാ റാലി നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചു. SSF കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന പ്രമേയമുയർത്തി കണ്ണൂരിൽ ധർമ്മസംഘം റാലി സംഘടിപ്പിച്ചത്. അഴിമതിമുക്തമായ ഭരണവും അശാന്തി നിറഞ്ഞ സമൂഹവും ഉടച്ചുവാർത്ത് ധാർമ്മിക വിപ്ലവവുമായി മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യകത മുദ്രാവാക്യങ്ങളിൽ മുഴങ്ങിക്കേട്ടു. മാനവമൈത്രിയുടെയും സൌഹാർദ്ദത്തിന്റെയും ഉണർത്തുപാട്ടുമായാണ് ഹരിതധവള നീലിമ പതാക വഹിച്ച് തൂവെള്ള വസ്ത്രമണിഞ്ഞ് SSF പ്രവർത്തകർ റാലിയിൽ അണിനിരന്നത്. ശാന്തിയും സമാധാനവും വിളയാടുന്ന പൊതുയുഗപ്പിറവിക്ക് ന്യൂ ജനറേഷൻ തിരുത്തെഴുതുമെന്ന് പ്രവർത്തകർ വിളംബരം ചെയ്തു. പ്രത്യേക യൂണിഫോം ധരിച്ചാണ് SSF പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായാണ് ജില്ലാ റാലി സംഘടിപ്പിച്ചത്. ജില്ലയിലെ 9 ഡിവിഷനുകളിലെ 51 സെക്ടറുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 1000-ഓളം അംഗങ്ങളാണ് റാലിയിൽ പങ്കെടുത്തത്. കണ്ണൂർ കോട്ട മൈതാനിയിൽ നിന്ന് ആരംഭിച്ച റാലി സ്റ്റേഡിയം കോർണറിൽ സമാപിച്ചു. സമാപന യോഗത്തിൽ SSF ദേശീയ സമിതി അംഗം അബ്ദുറഷീദ് സഖാഫി മെരുവമ്പായി, സംസ്ഥാന സെക്രട്ടറിമാരായ K അബ്ദുറഷീദ്, CN ജാഫർ പ്രസംഗിച്ചു. റാലിക്ക് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് അമാനി, ജനറൽ സെക്രട്ടറി NK നവാസ്, സിദ്ദീഖ് സഖാഫി, ഹാഫിൽ ഷമീർ സായിദി, സാജിദ് ആറളം, VA യഹിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ അഫിലിയേഷൻ നേടിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെ മാനേജ്മെന്റ് ഭാരവാഹികൾക്കും മതാധ്യാപകർക്കുമുള്ള പഠന ക്യാമ്പ് ഈ മാസം 27-ന് നടക്കും. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ സ്ഥാപന പ്രതിനിധികൾക്ക് ഞായറാഴ്ച രാവിലെ 9-ന് കോഴിക്കോട് കാലിക്കറ്റ് ടവറിലെ മിനി ഹാളിൽ വെച്ചും മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ സ്ഥാപന പ്രതിനിധികൾക്കുള്ള ക്യാമ്പ് ഉച്ചയ്ക്ക് 2 മണിക്ക് മലപ്പുറം സ്വലാത്ത് നഗർ മഅദീൻ ക്യാമ്പസിൽ വെച്ചും നടക്കും. പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, ഡോക്ടർ അബ്ദുൽ അസീസ് ഫൈസി ചെറുവാടി, VM കോയ മാസ്റ്റർ, സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം തുടങ്ങിയവർ സംബന്ധിക്കും.
ബന്ധപ്പെട്ടവർ പങ്കെടുക്കണമെന്ന് വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി അറിയിച്ചു. യുവത്വം നാടിന്റെ കരുത്ത് എന്ന സന്ദേശത്തിൽ SYS സംസ്ഥാന ഭാരവാഹികളുടെ സോൺ പര്യടന പരിപാടികൾക്ക് കോഴിക്കോട് ജില്ലയിൽ നാളെ തുടക്കമാവും. വിവിധ സോണുകളിൽ നടക്കുന്ന സ്വീകരണ പരിപാടികളിൽ സംസ്ഥാന ഭാരവാഹികൾ സംബന്ധിക്കും. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കുറ്റ്യാടി, വടകര സോണുകളിലും വൈകിട്ട് 5 മണിക്ക് നാദാപുരം, പേരാമ്പ്ര, തിരുവള്ളൂർ സോണുകളിലും ധർമ്മസഞ്ചാരം നടക്കും. ഞായറാഴ്ച 2 മണിക്ക് കൊടുവള്ളി, കൊയിലാണ്ടി, നടുവണ്ണൂർ, താമരശ്ശേരി, മുക്കം സോണുകളിലും വൈകിട്ട് 5 മണിക്ക് നരിക്കുനി, പയ്യോളി, ബാലുശ്ശേരി, കുന്നമംഗലം, കോഴിക്കോട് നോർത്ത് സോണുകളിലും ധർമ്മസഞ്ചാരം നടക്കും. ചൊവ്വാഴ്ച ഫറൂഖ് സോണിലും വ്യാഴാഴ്ച കോഴിക്കോട് സൌത്തിലും സംസ്ഥാന നേതാക്കൾ പര്യടനം നടത്തും. ജില്ലയിലെ സംസ്ഥാന നേതാക്കളുടെ പര്യടന പരിപാടി വിജയിപ്പിക്കാൻ സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന SYS ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. ഷുക്കൂർ സഖാഫി വണ്ണക്കോട്, നാസർ ചെറുവാടി, അഫ്സൽ കൊളാരി, TA മുഹമ്മദ് ഹസനി, K അബ്ദുൽ കലാം, മുനീർ സഖാഫി ഓർക്കാട്ടേരി പ്രസംഗിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സാരഥികൾക്ക് സ്വീകരണവും നയവിശദീകരണ സമ്മേളനവും നാളെ മഞ്ചേരിയിൽ. ശിവസേനയ്ക്കായി അമേരിക്കയിൽ ഫണ്ട് സമാഹരിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. മന്ത്രി അടൂർ പ്രകാശിനെതിരെ KPCC പ്രസിഡന്റ് VM സുധീരൻ ഹൈക്കമാൻഡിന് കത്തയച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം S ശ്രീശാന്ത് BJP അംഗത്വമെടുക്കുമെന്ന് കുമ്മനം രാജശേഖരൻ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ലോകത്തിലെ ശക്തരായ 50 നേതാക്കളുടെ പട്ടികയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും. ഉത്തരാഖണ്ഡിലെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് ബാബ രാംദേവ്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂരിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് വീടുകൾ തകർന്ന സംഭവം മുഖ്യപ്രതി അറസ്റ്റിൽ. അധർമ്മത്തിനും അഴിമതിക്കുമെതിരെ യുവതയുടെ കാഹളം SSF ധർമ്മസംഘം കണ്ണൂർ ജില്ലാ റാലി ഉജ്ജ്വലമായി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.